പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ടൊരു യാത്രയാണ് വാരണാസിയിലേക്ക്. നാഗർകോവിലിൽ നിന്നാണ് ട്രെയിനുള്ളത്. 49 മണിക്കൂറത്തെ യാത്ര ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ടാകാം യാത്ര എന്ന് കരുതി സ്റ്റേഷൻ പരിസരത്ത് വെറുതെ നോക്കിയപ്പോഴത്തേക്കാണ് തട്ടുകട ശ്രദ്ധയിൽപ്പെടുന്നത്. നേരെ അവിടേക്ക് പോയി അടുത്ത സ്പെഷ്യൽ ഒരു ദോശയും ഒരു ഓംലെറ്റും പറഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വലിയ വൃത്തിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ 5-6 ദിവസത്തിന് മുമ്പായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റുന്ന ഫുഡാണ് കഴിക്കുന്നതാണ്. കഴിച്ച് പകുതി ആകുന്നതിന് മുന്നേ ട്രെയിൻ എത്തുന്നു എന്നൊരു മെസ്സേജ് വന്നു. ട്രെയിൻ സാധാരണ ലേറ്റാണ് വരാറുള്ളത്. ഇന്ന് നേരത്തെ എത്തിയെന്ന് കണ്ടു. അങ്ങനെ ഓടി സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴത്തേക്ക് തന്നെ ട്രെയിൻ ദൂരെ നിന്ന് വരുന്നുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് വാരണാസിക്ക് പോകാനായിട്ട് 2 ഡയറക്റ്റ് ട്രെയിനുകളാണുള്ളത്. ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് എറണാകുളത്തു നിന്നുള്ള ട്രെയിനും, 2 കന്യാകുമാരിയിൽ നിന്നുള്ള കാശി തമിഴ് എക്സ്പ്രസ്സും. ഞങ്ങൾ കാശി തമിഴ് എക്സ്പ്രസ്സിലാണ് ബുക്ക് ചെയ്തേക്കുന്നത്. നാഗർകോവിലിൽ നിന്നാണ് കയറുന്നതും. അപ്പോൾ കയറിയത് രാത്രി ആയതുകൊണ്ട് അധികം ആരോടും സംസാരിക്കാനോ പരിചയപ്പെടാനോ എന്നുള്ള ഒരു സാവകാശമോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പിറ്റേ ദിവസം രാവിലെയാണ് അടുത്തിരിക്കുന്ന ആൾക്കാരെയൊക്കെ പരിചയപ്പെടുന്നത്. ഞങ്ങളുടെ തൊട്ടടുത്ത് ഞങ്ങളുടെ അതേ കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നത് ഒരു തമിഴ് ഫാമിലിയാണ്. അവരൊരു 10-12 പേര് ഒരു ഗ്രൂപ്പായിട്ട് വാരണാസിയിലേക്ക് പോകാനായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാരണ ദീർഘദൂര യാത്രകളെല്ലാം അടുത്തിരിക്കുന്നവരുമായിട്ട് പരിചയപ്പെടാറുണ്ടെങ്കിലും ഇത്രയേറെ ഒരു ആഴത്തിലുള്ളൊരു ബന്ധം ഉണ്ടാകുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാത്രം കയ്യിലുള്ള ഞങ്ങളും ഒരു ആഴ്ചത്തേക്ക് കഴിക്കാനുള്ള ആഹാരം മൊത്തം ബാഗിലാക്കി വന്ന അവരും തമ്മിൽ നല്ല കോമ്പിനേഷനായിരുന്നു. ശരിക്കും സംസാരിച്ചു, അടുത്തു. അവരുടെ ആഹാരം മുഴുവൻ ഞങ്ങൾക്ക് അവർ ഷെയർ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ 3 നേരം കുശാലായിരുന്നു. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഇടയ്ക്കുള്ള ഇടക്കടികളുമൊക്കെ ആയിട്ട് ശരിക്കും ഞങ്ങൾ അവർ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഞങ്ങൾക്ക് പേര് പോലും അറിയാത്ത ആഹാരമാണ് പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ ഈ ഭാഷയ്ക്കും വിശപ്പിനും ഒന്നും പ്രത്യേകിച്ചും ഭാഷ ആവശ്യമില്ല എന്നാണല്ലോ പറയുന്നത്. തമിഴ്നാടിനെ പറ്റിയിട്ടും അവിടുത്തെ ആൾക്കാരെ പറ്റിയിട്ടുമൊക്കെയുള്ള പൂർണ്ണമായുമുള്ള മനോഭാവം മാറ്റാൻ സഹായിച്ചൊരു യാത്രയായിരുന്നു ഇത്. ശരിക്കും എനിക്ക് അവിടുത്തെ തമിഴ്നാട് ഭക്ഷണം എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരാളല്ല ഞാൻ. പക്ഷേ അവർ സ്നേഹത്തോടെ അത് തരുമ്പോൾ അല്ലെങ്കിൽ അവരെ തരുന്ന ആ ഒരു രീതിയിൽ ശരിക്കും നമ്മൾ വീണു പോകും. ശരിക്കും പറഞ്ഞ 3 നേരവും അവരുടെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ ആഹാരം കഴിച്ചത്. ശരിക്കും അവരുടെ ആ ഒരു ആതിഥ്യ മര്യാദയിലും കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ തന്നെ ഭയങ്കരമായിട്ട് വണ്ടറടിച്ചു പോയി. നമ്മുടെ ബോഗിൽ അവരെ കൂടാതെ തന്നെ ഒരു അപ്പൂപ്പനും ഒരു അമ്മൂമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. അവരും ഈ പറഞ്ഞതുപോലെ പല പല ഗ്രൂപ്പുകളായിട്ടും ട്രാവൽ ഏജൻസിൻ്റെ സഹായത്തോടു കൂടിയുമൊക്കെ വാരണാസിയിലേക്ക് പോകുന്ന ആൾക്കാരാണ്. ശരിക്കും ഈ യാത്രയിലുപരി പരിചയപ്പെട്ട ഓരോരുത്തരെയും ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലായിരുന്നു. ഏതാണ്ട് 49 മണിക്കൂറോളം എടുക്കുന്ന യാത്രയാണ്. നമുക്ക് ശരിക്കും പല സമയങ്ങളിലും വിരസത തോന്നുന്നൊരു ഒരു ഒരു ട്രാവൽ പാറ്റേൺ ആയിരിക്കും ഇത്. അപ്പോൾ നമ്മൾ പരമാവധി ഇവിടേക്ക് പോകാനൊക്കെ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ 3rd AC അല്ലെങ്കിൽ അതിൽ താഴേക്കുള്ളത് മാത്രം എടുക്കാൻ ശ്രമിക്കുക. ട്രെയിനിൽ തന്നെ ഞങ്ങൾ പരിചയപ്പെട്ട ഒരാളാണിത്. ശരിക്കും പറഞ്ഞാൽ ആളൊരു ഒരു വാർഡനാണ്. പുള്ളിയുടെ ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് 3rd AC അല്ലെങ്കിൽ 2nd ACയിലൊക്കെ കോട്ടണുകൾ ആവശ്യം കഴിയുമ്പോഴത്തേക്ക് കോട്ടണുകൾ കഴുകി വയ്ക്കുക എന്നുള്ളത്. പുള്ളിയോട് ഞങ്ങൾ ഭയങ്കരമായിട്ട് കമ്പനിയായി. പുള്ളി ഞങ്ങൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത്. ശരിക്കും പറഞ്ഞാൽ പുള്ളി കണ്ടില്ലാതെ ഞങ്ങൾ ബോറടിച്ച് മരിച്ചേനെന്ന് വേണം പറയാനുള്ളത്. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് ഇന്നിറങ്ങി പുറപ്പെട്ടത് യാത്രയ്ക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾ പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നല്ല മഴയുള്ള ടൈമാണ്. കഴിഞ്ഞ ആഴ്ചയിലാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞിട്ട് പോയത്. അപ്പോൾ ഫ്ലഡ് അഫക്റ്റ് ചെയ്യുന്ന ടൈമാണ്. നമ്മൾ ഏതാണ്ട് ഒരു 4ഓളം സ്റ്റേറ്റിലൂടെ കറക്റ്റ് ഇന്ത്യയെ മുറിച്ച് പോകുന്നൊരു രീതിക്കാണ് ഈ ട്രെയിനിൻ്റെ റൂട്ട് വരുന്നത്. ഏതാണ്ട് ഒരു രാത്രിയോട് കൂടിയാണ് ഞങ്ങൾ വാരണാസി കാശി പാലം, പ്രസ്റ്റീജിയസ് പാലം കയറുന്നത്. രാത്രി സമയമാണ്. അപ്പോൾ കയറപ്പോഴത്തേക്ക് തന്നെ കംപ്ലീറ്റ് 4 ഭാഗത്തും ലൈറ്റും ഒരു ഫുള്ള് മണിയടിയും ഒച്ചയും ബഹളവും ഒരു വല്ലാത്തൊരു റിലീജിയസ് ഒരു ആംബിയൻസിലേക്കാണ് നമ്മൾ ആ വണ്ടി വന്ന് കയറുന്നത്. പാലത്തിലേക്ക് കയറുമ്പോൾ തന്നെ വണ്ടി ഒന്ന് സ്ലോ ആക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും കുറേ കൂടെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഈ പാലത്തപ്പോഴത്തേക്ക് തന്നെ ആൾക്കാരെല്ലാം കൂടി വന്നിട്ട് വാതിലും അവിടെ ഇവിടെയായിട്ട് തള്ളി നിറഞ്ഞിങ്ങനെ ഇരിക്കും. തിരക്കുള്ള വാരണാസി ടൗണും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏതാണ്ട് ഒരു പതിവിലും 1.5 മണിക്കൂറോളം ഡിലേ ആയാണ് ഞങ്ങൾ വാരണാസിയിലേക്ക് വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇതായിരുന്നു വാരണാസി സ്റ്റേഷനിലെ അവസ്ഥ എന്ന് പറയുന്നത്. ഫുള്ള് തിരക്കും, കുറച്ച് പേര് സൈഡിൽ കിടക്കുന്നു, കുറച്ച് പേര് ആരെയൊക്കെ നോക്കി നിൽക്കുന്നു. അകപ്പാടെ ഒരു ഭയങ്കര കൺജസ്റ്റഡ് ഒരു ഫീലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ആ സ്റ്റേഷനിൽ തന്നെ കിടക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിരിവെച്ച് നമ്മുടെ ശബരിമലയൊക്കെ പോകുമ്പോഴത്തേക്ക് വിരിവെച്ച് കിടക്കുന്ന ആ ഒരു സെറ്റപ്പ് പോലെ ആൾക്കാർ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് വാരണാസി സ്റ്റേഷൻ്റെ പുറത്തു നിന്നുള്ളൊരു കാഴ്ച. അടിപൊളിയാണ്. വല്ലാത്തൊരു ഫീലാണ് നമ്മളിവിടെ നിൽക്കപ്പെടുത്തി നമുക്ക് കിട്ടുന്നത്. വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. വന്നിറങ്ങിയത് രാത്രി ആയതുകൊണ്ട് തന്നെ അടുത്ത ലക്ഷ്യം റൂം എടുക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ 2-3 ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പോൾ റൂം എടുക്കാനായിട്ട് എന്താണ് അടുത്ത ഓപ്ഷൻ എന്ന് നിങ്ങൾ നോക്കി നിന്നപ്പോഴത്തേക്കാണ് ഒരു ചങ്ങാതി ഞങ്ങളുടെ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ട് പുള്ളി ചീപ്പറായിട്ട് റൂം എടുത്ത് തരാമെന്നാണ് പറയുന്നത്. സാധാരണ ഇവരെ വിശ്വസിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പുള്ളിയുടെ സംസാരത്തിൽ ഞങ്ങൾ വീണു എന്ന് തന്നെ പറയാം. പുള്ളി ഞങ്ങളെയും കൊണ്ട് ഏതൊക്കെയോ ഖല്ലികളിലേക്കൊക്കെയാണ് പോകുന്നത്. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 1:30-2 മണിയോളമായി കാണും. പുള്ളി ഞങ്ങൾക്ക് വളരെ അഫോർഡബിൾ ഒരു റൂം എടുത്ത് തരാം എന്ന് പറഞ്ഞാണ് ഞങ്ങളെയും കൊണ്ട് പോകുന്നത്.